അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തുല്ലാബിൽ അഹിബ്ബ, മർഹബൻ ബിക്കും, അഹ്ലൻ വസഹ്ലൻ. മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം. درسنا اللوحة الثانية من الدرس أنت أحق بهذه الهدية. ഈ സമ്മാനത്തിന് ഏറ്റവും അർഹൻ നീയാണ് എന്ന ചാപ്റ്ററിലെ രണ്ടാമത്തെ സീൻ നമ്മൾ പഠിച്ചു. നദ്ഖുൽ ഇലാ തംറീനാത്ത്. നമുക്ക് എക്സസൈസിലേക്ക് കടക്കാം. പേജ് നമ്പർ 54. നറാ ഫിൽ മദാരിസി തുല്ലാബൻ മിസ്ല ഷഫീഖ്. ഷഫീഖിനെ പോലെയുള്ള വിദ്യാർത്ഥികളെ നമ്മൾ സ്കൂളുകളിൽ കാണാറുണ്ട്. യഹ്താജൂന ഇലൽ ഇനായത്തി വറഅഫ. കാരുണ്യവും ശ്രദ്ധയും ആവശ്യമുള്ളവർ. ഇനായ കെയർ, റഅഫ കാരുണ്യം. ഫമാദാ നഫ്അൽ. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക? സാമ്പത്തിക പ്രശ്നങ്ങൾ ഉള്ളതിനാൽ ഷഫീഖിന് ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ടോടെയാണ് പഠിച്ച് നല്ലൊരു ജോലിയിൽ എത്താൻ സാധിച്ചത്. ഇതുപോലെ കാരുണ്യവും കെയറും ആവശ്യമുള്ള കുട്ടികളെ കണ്ടാൽ നമ്മൾ എന്താണ് ചെയ്യുക എന്നാണ് ചോദ്യം. നുഇദ്ദു മുദക്കിറ. നമുക്ക് മുദക്കിറ കുറിപ്പ് തയ്യാറാക്കാം. ബി മുസാഅദത്തിൻ നിഖാത്തി മിനൽ ഖാന. ബോക്സിലെ പോയിൻറ്റ്സിൻ്റെ സഹായത്തോടെ. താഴെ ബോക്സിലായി തന്നിരിക്കുന്ന വേർഡ്സ് ഉപയോഗിച്ച് വേണം കുറിപ്പ് തയ്യാറാക്കാൻ. നമുക്ക് അതിൻ്റെ അർത്ഥം നോക്കാം. നസൂറു ഞങ്ങൾ സന്ദർശിക്കും. നജ്മഉ ഞങ്ങൾ കളക്ട് ചെയ്യും. നഷ്തരി ഞങ്ങൾ വാങ്ങും. അൽ മലാബിസ് വസ്ത്രങ്ങൾ. അൽ മവാദുൽ ഗിസാഇയ ഫുഡ്സ് ഭക്ഷണ സാധനങ്ങൾ. അൽ ഖിർത്വാസിയാത്ത് സ്റ്റേഷനറീസ്. അദ്ദഫാത്തിർ നോട്ട്ബുക്സ്. ഉൽബത്തുൽ അൽവാൻ കളർ ബോക്സ്. ബൻതലൂൺ പാൻസ്. ഖമീസ് ഷർട്ട്. നതആമലു ഞങ്ങൾ ഇടപഴകും. ഹഖീബ ബാഗ്. നുസാഇദു ഞങ്ങൾ സഹായിക്കും. അദ്ദിറാസിയ പഠനം. അൽ ഉഖുവ സഹോദര്യം. തന്നിരിക്കുന്ന ഈ വേർഡ്സ് കണക്ട് ചെയ്തു തന്നെ നമുക്ക് സെൻറ്റൻസ് ഉണ്ടാക്കാൻ കഴിയും. നോക്കാം. നജ്മഉ ലഹു അൽ മലാബിസ്. നജ്മഉ ഞങ്ങൾ ശേഖരിക്കും. ലഹു അവന് വേണ്ടി. അൽ മലാബിസ് വസ്ത്രങ്ങൾ. എങ്ങനെയുള്ള വസ്ത്രങ്ങളാണെന്ന് നമുക്ക് കോളത്തിൽ നിന്ന് തന്നെ തിരഞ്ഞെടുത്തെഴുതാം. മിസ്ല എപ്രകാരമുള്ളതാണ്? അൽ ഖമീസ് ഷർട്ട്. വൽ ബൻതലൂൺ പാൻസ്. ബോക്സിലെ അടുത്ത വേർഡ് നസൂറു എന്നാണ്. ഞങ്ങൾ സന്ദർശിക്കും. എവിടെയായിരിക്കും സന്ദർശിക്കുക? ബൈതഹു അവൻ്റെ വീട്. നസൂറു ബൈതഹു ഞങ്ങൾ അവൻ്റെ വീട് സന്ദർശിക്കും. അടുത്ത വേർഡ് അൽ മവാദുൽ ഗിസാഇയ ഭക്ഷണ സാധനങ്ങൾ എന്നാണ്. അപ്പോൾ വനുഅതി ലഹു അൽ മവാദുൽ ഗിസാഇയ. വനുഅതി ഞങ്ങൾ നൽകും. ലഹു അവന്. അൽ മവാദുൽ ഗിസാഇയ ഭക്ഷണ സാധനങ്ങൾ ഞങ്ങൾ അവന് നൽകും. അടുത്ത വേർഡ് അൽ ഖിർത്വാസിയാത്ത് സ്റ്റേഷനറീസ്. എങ്ങനെ എഴുതാം? നഷ്തരി ഞങ്ങൾ വാങ്ങും. അൽ ഖിർത്വാസിയാത്ത് സ്റ്റേഷനറീസ് മിസ്ല എപ്രകാരമുള്ളതാണ്? ബോക്സിൽ നിന്ന് എടുത്തെഴുതാം. അദ്ദഫാത്തിർ നോട്ട്ബുക്സ്. ഉൽബത്തുൽ അൽവാൻ കളർ ബോക്സ്. വൽ ഹഖീബ ബാഗ്. അടുത്ത ഒരു വേർഡ് നുസാഇദു ഞങ്ങൾ സഹായിക്കും. നുസാഇദുഹു
ഞങ്ങൾ അവനെ സഹായിക്കും. ഫിദ്ദിറാസിയ പഠനത്തിൽ. അടുത്ത വേർഡ് നതആമലു ഞങ്ങൾ ഇടപഴകും. നതആമലു മഅഹു അവനോടൊപ്പം ഇടപഴകും. ബിൽ ഉഖുവ സാഹോദര്യത്തിൽ. വസ്സദാഖ സൗഹൃദത്തിൽ. വൽ മഹബ്ബ സ്നേഹത്തിൽ എന്നെല്ലാം നമുക്ക് ആഡ് ചെയ്യാം. ഇത് നിങ്ങൾ എഴുതിയെടുക്കുക. നെക്സ്റ്റ് അല്ലുഗതു വത്തസവ്വുഖു ഭാഷാസ്വാദനവും. നുറാജിഉ നസ്വൽ മദ്രൂസ വനതഅറഫു ലമാഇർ നമ്മൾ പഠിച്ച ചാപ്റ്റർ നമുക്ക് പരിശോധിക്കാം. വനതഅറഫു ലമാഇർ നമുക്ക് ലമാഇറുകളെ പരിചയപ്പെടാം. എന്താണ് ലമാഇർ? ലമീർ എന്ന പദത്തിൻ്റെ ജംആണ് ലമാഇർ. ലമീർ എന്നാൽ പ്രൊനൗൺ അഥവാ സർവനാമം. ലമീറുകൾ പലവിധമുണ്ട്. ഇവയിൽ ഒരു വിഭാഗമാണ് ലമീറുൽ മുൻഫസിൽ. ഇവ മറ്റു പദവുമായി ചേരാതെ തനിയെ ഉച്ചരിക്കാൻ കഴിയുന്നവയാണ്. ഡിറ്റാച്ച്ഡ് പ്രൊനൗൺ. ലമീറുൽ മുൻഫസിലിന് ഉദാഹരണമാണ് ഇവിടെ തന്നിരിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന സെൻറ്റൻസുകളിൽ റെഡ് കളറിൽ കാണുന്നവയാണ് ലമീറിന് ഉദാഹരണമായി തന്നിരിക്കുന്നത്. ഏതെല്ലാമാണവ? ഹുവ അവൻ, ഹിയ അവൾ, അന ഞാൻ, നെഹ്നു ഞങ്ങൾ. ആദ്യത്തെ സെൻറ്റൻസിൽ ഹുവ ദാരിസുൻ നഷീത്തുൻ എന്നാണ്. അവൻ ആക്റ്റീവായ ഒരു സ്റ്റുഡൻ്റാണ്. ഈ സെൻറ്റൻസിന് മുന്നിൽ ഷഫീഖുൻ ത്വാലിബുൻ ഫി സൊഫി സാദിസ് ഷഫീഖ് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ ഷഫീഖ് എന്ന ഇസ്മിനെ നമ്മൾ റിപ്പീറ്റ് ചെയ്യാതെ അതിന് അടുത്ത സെൻറ്റൻസ് ഹുവ ദാരിസുൻ നഷീത്തുൻ അവൻ ആക്റ്റീവായ വിദ്യാർത്ഥിയാണ് എന്ന് പറയുന്നു. കാരണം രണ്ടാമത്തെ പദത്തിൽ ഷഫീഖ് എന്ന് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഷഫീഖ് എന്ന ഇസ്മിന് അഥവാ നാമത്തിന് പകരം ഹുവ എന്ന ലമീറാണ് രണ്ടാമത്തെ സെൻറ്റൻസിൽ ഉപയോഗിക്കുക. ഇങ്ങനെ ഉപയോഗിക്കുന്ന പദങ്ങളാണ് ലമീറുകൾ. അപ്പോൾ ഇവിടെ ഹുവ അവൻ എന്നതാണ് ലമീർ. അടുത്ത സെൻറ്റൻസ് ഹിയ തബിക്കി അവൾ കരയുന്നു. ഇവിടെ ഹിയ അവൾ എന്നതാണ് ലമീർ. അടുത്തത് അന മരിയത്തുൻ ഞാൻ രോഗിയാണ്. ഇവിടെ അന ഞാൻ എന്നതാണ് ലമീർ. നെഹ്നു നുസൈദുക ഞങ്ങൾ നിന്നെ സഹായിക്കും. ഇവിടെ നെഹ്നു ഞങ്ങൾ എന്നതാണ് ലമീർ. നെക്സ്റ്റ് പേജ് നമ്പർ 55. നഖ്റഉൽ ഫിക്റത താലിയ താഴെയുള്ള പാരഗ്രാഫ് നമുക്ക് വായിക്കാം. വനഖ്താറു മിൻഹ ലമാഇർ അതിൽ നിന്നും നമുക്ക് ലമീറുകളെ തിരഞ്ഞെടുക്കാം. താഴെ തന്നിരിക്കുന്ന പാരഗ്രാഫിൽ നിന്നും ലമീറുകൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. പാരഗ്രാഫ് വായിക്കാം. സാജിദുൻ ദാരിസുൻ മുജ്തഹിദുൻ സാജിദ് പരിശ്രമശാലിയായ വിദ്യാർത്ഥിയാണ്. ദാരിസുൻ വിദ്യാർത്ഥി, മുജ്തഹിദുൻ പരിശ്രമശാലി. ഹുവ യസൂറു ജദ്ദതഹു കുല്ല യൗമിൻ അവൻ എല്ലായ്പ്പോഴും അവൻ്റെ വല്യമ്മയെ സന്ദർശിക്കുന്നു. ഹിയ തസ്കുനു ബഈദൻ മിൻ ബൈതിഹി അവർ അവൻ്റെ വീട്ടിൽ നിന്നും ദൂരെയാണ് താമസിക്കുന്നത്. ഹിയ അവൾ അഥവാ വല്യമ്മ, തസ്കുനു താമസിക്കുന്നു, ബഈദൻ ദൂരെ, മിൻ ബൈതിഹി അവൻ്റെ വീട്ടിൽ നിന്നും. ദാത്ത യൗമിൻ
ലം യഖ്ദിർ അല സിയാറത്തിഹ. ഒരു ദിവസം അവരെ സന്ദർശിക്കാൻ അവന് കഴിഞ്ഞില്ല. ദാത യൗമിൻ ഒരു ദിവസം, ലം യഖ്ദിർ അവന് കഴിഞ്ഞില്ല, അല സിയാറത്തിഹ അവരെ സന്ദർശിക്കാൻ. ബഅദ അയ്യാമിൻ ജാഅ സാജിദുൻ മഅ അസ്തിഖാഇഹി ഇലൽ ജദ്ദതി. ദിവസങ്ങൾക്ക് ശേഷം സാജിദ് കൂട്ടുകാരോടൊപ്പം വല്യുമ്മയുടെ അടുത്തേക്ക് വന്നു. ബഅദ അയ്യാമിൻ ദിവസങ്ങൾക്ക് ശേഷം, ജാഅ വന്നു, അസ്ദിഖാ കൂട്ടുകാർ, അസ്ദിഖാഇഹി അവൻ്റെ കൂട്ടുകാർ, ജദ്ദത്ത് വല്യുമ്മ ഗ്രാൻഡ് മദർ. ഫഖാലത്ത് അപ്പോൾ അവർ പറഞ്ഞു, അതായത് വല്യുമ്മ പറഞ്ഞു, യാ ബുനയ്യ എൻ്റെ മോനെ, അന ഫി ഇൻതിലാരിക മുൻദു അയ്യാം ഞാൻ ദിവസങ്ങളായി നിന്നെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അന ഞാൻ, ഇൻതിലാരിക നിന്നെ പ്രതീക്ഷിച്ചിരിക്കുന്നു, മുൻദു അയ്യാം ദിവസങ്ങളായി. മൻ ഹൗലാഇ ആരാണിവർ? ഫഖാലു അപ്പോൾ അവർ പറഞ്ഞു, നഹ്നു സുമലാഉഹു നെഹ്നു ഞങ്ങൾ, സുമലാഉഹു അവൻ്റെ കൂട്ടുകാരാണ്. ജമീലുൻ ജമഅ സുമലാ കൂട്ടുകാർ. അൽ മിസാൽ ഉദാഹരണം, ഹുവ യസൂറു ജദ്ദതഹു കുല്ല യൗമിൻ അവൻ എല്ലായ്പ്പോഴും വല്യമ്മയെ സന്ദർശിക്കുന്നു. ഇവിടെ ഹുവ അവൻ എന്ന ലൊമിറാണ് റെഡ് കളറിലായി തന്നിട്ടുള്ളത്. ഇതുപോലെ പാരഗ്രാഫ് വായിച്ച് ലൊമീറുകളുള്ള സെൻറ്റൻസുകൾ എടുത്തെഴുതണം. അടുത്തത് നമുക്ക് നോക്കാം. ഹിയ തസ്കുനു ബഈദൻ മിൻ ബൈതിഹി. ഹിയ അവൾ അഥവാ അവർ, വല്യുമ്മ അവൻ്റെ വീട്ടിൽ നിന്നും ദൂരെയാണ് താമസിക്കുന്നത്. ഹിയ എന്ന ലൊമീർ കൊണ്ട് തുടങ്ങുന്ന ഈ സെൻറ്റൻസാണ് അടുത്തതായി വരുന്നത്. അടുത്തത് ഏതാണ്? അന ഫി ഇൻതിലാരിക ഞാൻ നിന്നെ വെയിറ്റ് ചെയ്യുന്നു എന്നതിലെ അന ഞാൻ എന്നതാണ് ലൊമീർ. അടുത്തത് നഹ്നു സുമലാഉഹു ഞങ്ങൾ അവൻ്റെ കൂട്ടുകാരാണ്. നഹ്നു എന്നതാണ് ലൊമീറിന് ഉദാഹരണം. ലൊമീറിന് ഉദാഹരണങ്ങൾ നമ്മൾ പഠിച്ച പാഠഭാഗത്തു നിന്നും നിങ്ങൾ കണ്ടെത്തി എഴുതുക. നഖ്തതിമു സഫുൽ ആൻ. ശുക്രൻ ലക്കും വജസാക്കുമുല്ലാഹു ഖൈറൻ.